ഇവൾ ഈ വീടിന്റെ ശാപമായിട്ട് തന്നെയാ ജനിച്ചത്. മമ്മി മതി. മറ്റുള്ളവരെന്നെ എന്തും പറഞ്ഞോട്ടെ, പക്ഷെ എന്റെ മമ്മി എന്നെ ഇങ്ങനെ പറയരുത്. എന്നൊന്ന് വിശ്വസിക്കും മമ്മി. സീതയുടെ വേഷത്തിന് വേണ്ടി ഞാൻ ആ ഓഡീഷന് പോയി. എന്റെ ഭാഗ്യക്കേടിന് ഞാൻ ചെന്ന് പെട്ടത് അവരുടെ മുമ്പിലായി പോയി. ആ വേഷം കിട്ടാൻ വേണ്ടി ഞാനൊരു ചെറിയ കളവ് പറഞ്ഞു. അത് തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഞാൻ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് പറയുന്നത് ശരിയാണോ മമ്മി? മിണ്ടരുത് നീ. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത് പോരാഞ്ഞിട്ട് വീണ്ടും നിന്ന് ന്യായീകരിക്കുന്നുണ്ടല്ലേ? ഒരിക്കലും അല്ല. തെറ്റ് ചെയ്ത ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ ചെയ്യാത്ത തെറ്റിന് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. മറ്റുള്ളവരെ മനസ്സിലാക്കാനും വിശ്വസിക്കാനും മമ്മിക്ക് പറ്റുന്നുണ്ടല്ലോ. എന്നിട്ട് ഇത്രയും നാള് വളർത്തി എന്നെ മനസ്സിലാക്കാൻ മമ്മിക്ക് പറ്റുന്നില്ലേ? നിന്നെ കുറിച്ച് നീ എന്ത് മനസ്സിലാക്കാനാ? കള്ളവേഷം കെട്ടി പറ്റിക്കാൻ ചെന്ന പെരുങ്കള്ളിയാണ് നീ എന്ന് നാട്ടുകാർ ആക്ഷേപിച്ചതിന് ഞാനാണോ ഉത്തരവാദി? ആണോന്ന്? ഇനി ഇതുപോലെ എന്തൊക്കെ അനർത്ഥങ്ങളാ നീ കാണിച്ചു കൂട്ടുന്നതെന്ന് ആർക്കറിയാം? രണ്ടാനമ്മ ആയതുകൊണ്ട് നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് പറഞ്ഞാലും അത് നിനക്ക് കുറ്റമാണല്ലോ. ഇതിനൊക്കെ കുറ്റം പറയേണ്ടത് നിങ്ങളെയാ. ജനിപ്പിച്ചത് കൊണ്ട് മാത്രം ആരും അച്ഛനാവില്ല. മക്കളെ നന്നായിട്ട് വളർത്താനും കൂടി പഠിക്കണം. അമ്മ അവിടുത്തെ അച്ഛനെ തെറ്റുകാരനാക്കണ്ട. പെൺകുട്ടികളെ വളർത്തുന്നതിന്റെ ഉത്തരവാദിത്വം അച്ഛനേക്കാളും കൂടുതൽ അമ്മമാർക്കാ. സ്വന്തം അമ്മ മരിച്ചതിന് ശേഷം കുട്ടിക്കാലം മുതൽക്കേ ചേച്ചി വളർത്തിയത് അമ്മയല്ലേ? അതുകൊണ്ട് ഇവള് ചെയ്യുന്നതിന്റെ ഒക്കെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കണമെന്നാണോ നീ പറയുന്നത്? ആരും ഒന്നും ഏറ്റെടുക്കണ്ട. ചേച്ചി മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. നിർത്തടി. നിനക്ക് എന്തറിയാം ഇവളെ കുറിച്ച്? ജാതകദോഷമുള്ള ജന്മം ഇവളുടേത്. പാപജന്മം. ഇവള് കാരണം എല്ലാം നശിക്കുമെന്ന് പണ്ട് ഇവളുടെ ഗ്രഹനില നോക്കി ജ്യോത്സ്യം പറഞ്ഞത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. മമ്മി എന്തിനാ ഇല്ലാത്തത് പറയുന്നത്? ഓരോ ദിവസവും ഞാൻ ആലോചിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാ. പക്ഷെ മമ്മി മാത്രം ഒന്നും മനസ്സിലാക്കുന്നില്ല. എന്തിനും ഏതിനും എന്നെ മാത്രം കുറ്റപ്പെടുത്തും. ഇത്ര നാള് ഞാനിതെല്ലാം കേട്ടു നിന്നു. പക്ഷെ ഇത്തവണ എനിക്കത് അംഗീകരിച്ച് മിണ്ടാതെ നിൽക്കാൻ കഴിയില്ല മമ്മി. കാരണം ഇതിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഓരോ തവണയും മമ്മി എന്നെ മാപ്പെഴുതാൻ ഭയപ്പെടുത്തി മുറിയിലേക്ക് കൊണ്ടുപോകാറില്ലേ? പേടിയോടെ മാത്രമേ ഞാൻ ഇന്ന് വരെ ആ മുറിയിലേക്ക് വന്നിട്ടുള്ളൂ. പക്ഷെ ഇപ്പോ നല്ല ധൈര്യത്തോടെ തന്നെ ഞാൻ ആ മുറിയിലേക്ക് വരാൻ തയ്യാറാ. മമ്മി എന്നെ കൂട്ടിക്കൊണ്ടു പോ. വാ മമ്മി. വേണ്ട, ഞാൻ തന്നെ ഇത്തവണ മമ്മിയെ കൂട്ടിക്കൊണ്ടുപോവാ. വാ, വരാൻ. വാ മമ്മി. വാ മമ്മി. ജ്യോതി വിട്. നീ എന്താ ഈ കാണിക്കുന്നത്? വിടാൻ. എടി വിടാൻ. എന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. കള്ളം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ മമ്മി എന്നെ കൊണ്ട് എഴുതി വയ്പ്പിച്ച കളവുകളാ. ഒരു തെറ്റും ചെയ്യാതെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ എഴുതിയ ഈ അക്ഷരങ്ങളിൽ എന്റെ കണ്ണീരുണ്ട് മമ്മി. അമ്മ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ.
ഇത് ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന സത്യം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ. ഇത് നോക്കൂ മമ്മി, ഇത് ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന സത്യം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ. ദാ, ഇത് മമ്മി തന്നെ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കണം. നീ ജനിച്ചതേ കള്ളം പറയാൻ വേണ്ടി മാത്രം. നീ എന്ത് വിചാരിച്ചു? നിന്റെ ഈ കണ്ണീർ നാടകം ഞാൻ വിശ്വസിക്കുന്നു. കള്ളത്തരം അഭിനയിക്കാൻ നിനക്ക് നല്ലതുപോലെ അറിയാം. നീ ജനിച്ചു പോയി എന്നുള്ള ഒറ്റ തെറ്റുകൊണ്ടാ നിന്റെ അമ്മ പോയത്. മരണക്കാലുമായി ജനിച്ച നീ ഈ വീടിനൊരു ശാപം തന്നെ അടി. എങ്ങനെയെങ്കിലും നിന്നെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് ഇവിടുന്ന് ഇറക്കി വിട്ടാലേ ഈ വീടിന് ശാപമോക്ഷം കിട്ടും. എനിക്ക് മനസമാധാനവും. മൊത്തത്തിൽ എന്താ ഒരു ഇരുട്ട്? താര, താരെ, ഇതുവരെ നമ്മുടെ ലോകം ഇരുട്ടിലായിരുന്നു. ഇനി നമുക്കും വേണം നല്ല വെളിച്ചം. ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ ഗോകുലിന്? ഞാൻ നിന്നോട് ആദ്യമായിട്ട് എന്റെ ഇഷ്ടം പറഞ്ഞത് ഈ ദിവസം. ഓ അത് ശരി. ആ സ്നേഹം ഇന്ന് മാത്രമല്ല, എന്നും ഉണ്ടല്ലോ. പക്ഷെ ഈയിടെയായിട്ട് എന്നോട് സ്നേഹം കാണിക്കാൻ നീ തീരെ മറന്നു പോകുന്നു. എന്റെ കൂടെ കുറച്ചുനേരം ഇരിക്കാൻ പോലും നിനക്ക് സമയമില്ല. അയ്യോ, സമയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. രാത്രി 8 മണിക്ക് കാണണമെന്ന് DK വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ല, നീ എന്തിനാ മെഴുകുതിരി ഊതി കടത്തിയത്? എന്റെ ഉള്ളിലെ തീ കാണാൻ നിനക്ക് കണ്ണില്ല. ഒരു നല്ല ദിവസം നീ നശിപ്പിച്ചു. ദേഷ്യപ്പെടല്ല താരെ.
ഡി കെ എന്നെ ഒരു പ്രധാനപ്പെട്ട ജോലി ഏൽപ്പിച്ചിരിക്കുക. എന്ത് ജോലി? ഡി കെ റെസ്റ്റോറൻറ്റ്സിന് എല്ലാ ജില്ലകളിലും ബ്രാഞ്ചുകൾ തുറക്കാൻ പരിപാടിയുണ്ട്. അതിനുവേണ്ടി ഒരു ഉഗ്രൻ പ്രോജക്ട് റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കിയതാ ഈ ഫയലിൽ. ഇത് കൊടുത്താ ഡി കെ നന്നായിട്ട് ഇംപ്രസ്ഡ് ആവും. എനിക്ക് കേക്കണ്ട ആ പേര്. എപ്പോഴും നീ ഡി കെ ഇംപ്രസ് ചെയ്യാൻ നോക്കും, അത് നല്ലതാ. പക്ഷെ വല്ലപ്പോഴെങ്കിലും സ്വന്തം ഭാര്യയും കൂടെ ഒന്ന് പരിഗണിക്കണം. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി, ഇതുവരെ ഒരു ഹണിമൂണെങ്കിലും പോയിട്ടുണ്ടോ? എനിക്കും ആഗ്രഹങ്ങളുണ്ട്. ആരോഗ്യ സൗന്ദര്യമുള്ളപ്പോ ആഘോഷിക്കാനുള്ളതാ ഈ ജീവിതം. അല്ലാതെ മൂത്ത് നിറച്ച് മൂക്കി പല്ല് വന്നിട്ടല്ല ഹണിമൂൺ യാത്ര ചെയ്യാ. അങ്ങനെ ഒരു ലൈഫ് എനിക്ക് വേണ്ട. അതല്ല താരേ, ഇങ്ങനെ ഫീൽ ആവല്ലേ. എന്റെ പ്രോജക്ട് റിപ്പോർട്ട് കാണിച്ച് ഡി കെ സന്തോഷിപ്പിച്ചാൽ പിന്നെ 15 ദിവസത്തേക്ക് എനിക്ക് ലോങ് ലീവാ. നമ്മൾ പറക്കുന്നു എവിടേക്കെങ്കിലും, നമ്മുടെ ഹണിമൂൺ. സത്യം സത്യം. നമ്മൾ ഹണിമൂണിന് പോകുന്ന 15 ദിവസം ടി കെയുടെ ഒരു ശല്യം ഉണ്ടാവില്ല. പോരെ? നമ്മുടെ മുറിയുടെ പുറത്ത് നമ്മളൊരു ഡോൺ ഡിസ്റ്റർബ് ബോർഡ് വയ്ക്കും. ഇപ്പൊ സന്തോഷായില്ലേ? അയ്യോ ഡി കെ, പറഞ്ഞ സമയം കഴിഞ്ഞു. ഗോകുൽ, പോയിട്ടിങ് വാ, ഞാൻ കാണിച്ചു തരാം അവന്റെ ഒരു ഹണിമൂൺ. വാക്ക് തെറ്റിച്ച ഹണിമൂൺ ആയിരിക്കില്ല, കെണിമൂൺ ആയിരിക്കും ഇനി അങ്ങോട്ട് എന്നും. നോക്കിക്കോ. ഹലോ അവിനാശ്. ഞാൻ എത്ര നേരായിട്ട് വിളിക്കുന്നു പ്രിയ, നീ എന്താ ഫോൺ എടുക്കാത്തെ? അതെ, ഞാനൊരു പുതിയ കേക്ക് ഉണ്ടാക്കാനുള്ള റെസിപ്പി നോക്കി പഠിക്കുമായിരുന്നു. എന്റെ പ്രിയേ, നിനക്ക് ഈ കേക്ക് ഉണ്ടാക്കി എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്ന പണിയൊന്ന് നിർത്തിക്കൂടെ? നിനക്ക് എത്ര പണം വേണം പറ, ഞാൻ തരില്ലേ? ഓ അത് വേണ്ട, എന്റെ ആവശ്യത്തിനുള്ള പണം ഞാൻ ജോലി ചെയ്ത് ഉണ്ടാക്കിക്കോളാം. എനിക്ക് ചെലവിന് തരാൻ ഞാൻ നിന്റെ ഭാര്യയൊന്നും ആയിട്ടില്ലല്ലോ. ഇപ്പൊ ആയിട്ടൊന്നുമില്ല, പക്ഷേ അധികം താമസിക്കാതെ ആവോലോ. അത് ആ സമയത്ത് ആലോചിക്കാം. അതെ, കുറച്ചു ദിവസമായി നമ്മൾ കണ്ടിട്ട്. പിന്നെ എനിക്ക് നിന്നെ കാണാൻ കൊതിയായി. പിന്നെ ഇന്ന് നിന്റെ വീട്ടിലേക്ക് വരട്ടെ? അയ്യട മോനെ, അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. ദേ മര്യാദയ്ക്ക് ഫോൺ വെച്ചോ, ചേച്ചി ഇപ്പൊ വരും. നിന്നെ കണ്ടാലുണ്ടല്ലോ അതോടെ എല്ലാം തീർന്നു. എന്നാ പിന്നെ നീ എനിക്ക് സാധാരണ തരുന്ന സംഗതി ഇല്ലേ?